അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന ഗോതമ്പ് ആട്ടപ്പൊടി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ 1 കപ്പ് ആട്ടപ്പൊടിയാണ് ഇതിൽ നിന്നും എടുക്കുന്നത്. അപ്പൊ അതാ 1 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ഈ ആട്ടപ്പൊടി അളന്നിട്ടെടുക്കുക. ആ ഗ്ലാസിന്റെ അളവിലായിരിക്കണം വെള്ളം എടുക്കേണ്ടത്. നമ്മൾ ആട്ടപ്പൊടി അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നും അല്ല. അപ്പൊ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഗോതമ്പ് പൊടി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിൽ ചെന്ന് കട്ട പോലെ കിടക്കും. അപ്പോൾ 1 സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കാതെ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 2-3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി പോകരുത്, 1 നുള്ളുപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയോ ഏലക്കയോ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4 ഏലക്കയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് അതിന്റെ തരി മാത്രം വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. സാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ കലത്തപ്പ അരിപ്പൊടിയും അരിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചോറൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. ആട്ടപ്പൊടിയിൽ ചെയ്യുമ്പോൾ ചോറ് ചേർക്കരുത്, എന്നാലും ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോകും. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഗ്ലാസിന്റെ അളവിൽ 1/4 ഗ്ലാസ് ശർക്കര പൊടിച്ചത് എടുക്കുക. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ശർക്കര തന്നെ എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് ശർക്കര എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇനി ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ മാവിലേക്ക് അരിച്ചൊഴിക്കേണ്ടത്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയെ കൂടി അരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. നമ്മൾ തയ്യാറാക്കിയ ഈ മാവിലേക്ക് നമ്മൾ ആ തിളച്ച ശർക്കര പാനി കല്ലും മണ്ണും ഉണ്ടെങ്കിൽ ഒന്ന് അരിപ്പ വെച്ച് അരിച്ചിട്ട് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങ് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കല്ലും മണ്ണും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര ഇതുകൊണ്ട് നേരിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ചൂടോടുകൂടി ആ തിളച്ചതോടുകൂടി തന്നെ ഇതുപോലെ ഒഴിച്ച് ഇളക്കി കൊടുക്കുകയും വേണം. കുറച്ച് താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശർക്കര പാനി നല്ല തിളച്ചതല്ലേ, അപ്പം മാവ് കട്ട കെട്ടും. അപ്പം കട്ട കെട്ടാതെ നല്ലതുപോലെ കിട്ടണം. ആ ശർക്കര പാനിയുടെ ചൂട് കൊണ്ട് ഇളക്കി കൊടുക്കാതിരുന്നാൽ മാവ് കട്ടയായി പോവും. അപ്പോൾ അതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കട്ട ഒന്നും കെട്ടിയിട്ടില്ല. ഉടനെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, കട്ട കെട്ടാതെ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. നല്ല ചൂടുള്ള ശർക്കര പാനിയിലെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടൊന്ന് മാറണം. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ കാലത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ഇതാ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് അപ്പോൾ നൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള അരിഞ്ഞെടുത്തത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ഉള്ളിയെല്ലാം മൂത്ത് തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ നിറാവണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ബാറ്റർ ചെറുതായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡ പൊടിയാണ്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടിൽ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഇതിൻ്റെ ചൂട് മാറിയിട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ട് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് കട്ടിയാവാൻ പാടില്ല. ഈ ഒരു രീതിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക ഇതുപോലെ. അപ്പം ചെറിയൊരു ചൂടുണ്ട്. ആ ചൂടോട് കൂടി തന്നെയാണ് നമുക്ക് കുക്കറിൽ ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഈ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതാ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്, ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല, എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിയും തേങ്ങയും വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ഒരുമിച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ എളുപ്പമാണല്ലോ. ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് മുകളിൽ വിതറി കൊടുക്കാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും വെക്കുന്നില്ല. ഇതിലേക്ക് അങ്ങ് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്നുകൂടി കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നിരത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഒരു 30 സെക്കൻഡ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സൈഡിൽ നിന്നൊക്കെ നല്ലതുപോലെ ഈ തിള വരണം. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി കൊടുക്കാം. അപ്പോൾ ഇതുപോലൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് കുക്കർ മൂടി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോക്കും മീഡിയക്കും ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അലുമിനിയം കുക്കറാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തവ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അടിയിലേക്ക് ഈ കുക്കർ വെക്കുക. അപ്പോൾ ഇനി ഈ ഹോളിൽ നിന്നും നല്ലതുപോലെ ആവി ശക്തമായിട്ട് വരും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 6-7 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 6-7 മിനിറ്റ് ആവുന്ന സമയത്ത് ഈ ഹോളിൽ കൂടി ശക്തമായിട്ട് ആവി വരും. ഈ ഒരു സമയം ഫ്ലെയിം ഓഫ് ആക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുക്കർ തുറക്കാതെ ഇങ്ങനെ തന്നെ വെക്കുക. ഉടനെ തന്നെ കുക്കർ തുറക്കരുത്. ബാക്കി ഈ കുക്കറിൽ ഇരുന്നിട്ടാണ് ഈ ചൂട് കൊണ്ട് വെന്ത് കിട്ടുന്നത്. അപ്പൊ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറണം. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിട്ട് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ കലത്തപ്പത്തിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഇതാ മാറിയിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ വിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ കൂടി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി കുക്കർ മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് തിരിച്ചു വയ്ക്കാം. പ്ലേറ്റിലേക്ക് തിരിച്ചു വയ്ക്കാം. നമുക്ക് ഈ കലത്തപ്പം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വശം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ പീസ് അങ്ങ് എടുക്കാം. നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പം എന്താ കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആരക്ക വന്നിട്ടുണ്ട്. അപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല സോഫ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പം നിങ്ങൾ എന്തായാലും ഈ റേഷൻ ആട്ടപ്പൊടി വെച്ചിട്ട് ഇതുപോലെ കലത്തപ്പം തയ്യാറാക്കി നോക്കുക. കണ്ടില്ലേ, നല്ലതുപോലെ അത്യാവശ്യം നല്ല ആരക്ക ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഗോതമ്പ് ആട്ടപ്പൊടി വെച്ചിട്ട് ഇതുപോലെ കലത്തപ്പം തയ്യാറാക്കി നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്